എന്നാൽ അവസരം കിട്ടിയില്ല. നിങ്ങളും തിരക്കാണ്, ഞാനും തിരക്കാണ്. എന്നാൽ ഇന്നിപ്പോൾ കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു കുടിക്കാൻ എന്നാ എടുക്കണ്ടേ? അപ്പോൾ പറഞ്ഞു വേണ്ട, ഒന്നും എടുക്കണ്ട, നമ്മളിപ്പോൾ ആദ്യമായിട്ട് വന്നല്ലേ, ഒന്ന് പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞ് വിഷയത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് അടുത്ത ചോദ്യം, എന്താ മാഡം ഒരു ക്ഷീണം? അപ്പോൾ സഹോദരി ഒന്നും വേണ്ടിയില്ല. അടുത്ത ചോദ്യം, ഒന്നും കഴിച്ചില്ലേ? പുള്ളിക്കാരത്തി ഒന്നും വേണ്ടിയില്ല. അടുത്ത ചോദ്യം, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? അല്ലാതെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ എന്താ ടെക്നിക്ക് എന്നറിയാവോ? സഹതാപം ഇഷ്ടപ്പെടുന്ന ആളുകളെ പിശാചിനറിയാം. പുള്ളിക്കാരത്തി പെട്ടെന്ന് തന്നെ വിചാരിച്ചെന്നറിയാം, എന്റെ ദൈവമേ ഇവിടെ ഒരു പുള്ളിയുണ്ട്, നമുക്ക് ക്ഷീണമാണോ നിന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇപ്പൊ എങ്ങാണ്ടെന്ന് വന്ന പുള്ളി എന്റെ ക്ഷീണം തിരിച്ചറിഞ്ഞല്ലോ, അതൊരു ആശ്വാസം, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് ആ സൈക്കോളജിയിലാണ് ഇവനകത്ത് കയറി പറ്റിയത്. അതോടെ ആ വീട് പുള്ളിയുടെ കയ്യിലായി. വലിയ ടെക്നിക്കാത്. അടുത്ത ചോദ്യമാണ്, അയ്യോ ഒന്നും കഴിക്കരുതെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? ഇതെവിടെ വെച്ചിട്ട് നിങ്ങൾ അതിന്റെ പുറകിലേക്ക് പോകണം. ഇനി വായിക്കാതെ ഞാനങ്ങ് പറയാം. ദൈവം പറഞ്ഞെന്നറിയോ? തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. അവിടെയും രണ്ട് വാക്കിനെ അടിവരയിടണം. ഒന്ന് സകല, രണ്ട് ഇഷ്ടം പോലെ. കണ്ടോ, ദൈവം പറഞ്ഞത് എന്താ യവൻ ചോദിച്ചതെന്ന്? തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ ഇന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഓക്കെ, അപ്പൊ ദൈവം നോയുടെ ഒരു തോട്ടമല്ല ഏതൻ തോട്ടം, യേസിന്റെ ഒരു തോട്ടമാണ്. ഞാൻ വിവരിക്കാം. അത് തൊടരുത്, ഇത് തൊടരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് ഇങ്ങനെ നോ 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 നോ. നോയുടെ ഒരു തോട്ടമല്ല ഏതൻ തോട്ടം. 99 യെസ്, ഒരു നോ. ഇവൻ നേരെ തിരിച്ചു, 100 നോ. ടെക്നിക്കുണ്ടോ? തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുന്ന് വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അതിന് മറുപടി എന്തോ? അപ്പൊ പിന്നെ ഞങ്ങൾ എന്നെ വായു ഭക്ഷിച്ച് കിടക്കുക എന്നാണോ താങ്കൾ വിചാരിച്ചത് എന്ന് വേണ്ട ചോദിക്കാൻ? അങ്ങനെ ചോദിക്കാഞ്ഞത് കൊണ്ടല്ലേ ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്? വേണ്ട, ഇത്ര ഒന്നും പറയണ്ടായിരുന്നു. വേറെ ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിറങ്ങി ചേട്ടനോട് ഉള്ളപ്പോൾ നമുക്ക് സംസാരിക്കാം, ഇവിടുത്തെ അച്ചാനി ഉള്ളപ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്ന ഈ പ്രശ്നം അവിടെ വെച്ച് തീർന്നു. അതൊരല്പം മണ്ടത്തിലായിപ്പോയി. അതിൽ നിന്നാണ് പിന്നീട് പ്രശ്നങ്ങളെല്ലാം ഇത്രയായി തീർന്നത്. വാസ്തവത്തിൽ സാത്താൻ അവിടെ വിജയിച്ചു. അവൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഇങ്ങനെയാണ് പിശാചിന്റെ തന്ത്രം. അപ്പോൾ പുള്ളി കഴിഞ്ഞ കൊല്ലത്തെ തന്ത്രമായിട്ട് ഈ കൊല്ലം വരികയില്ല. 2006 മോഡൽ ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാം ലേറ്റസ്റ്റ് ആയിരിക്കും. പുതിയ ചിന്തകൾ, പുതിയ തമാശകൾ പിശാചി പറയും. നമ്മളെ കുഴയ്ക്കും. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തത്, നമ്മൾ കേട്ടിട്ടില്ലാത്ത തന്ത്രങ്ങളിലാണ് ആളുകളെ കുഴയ്ക്കുന്നത്. എല്ലാറ്റിൻ്റെ അകത്ത് എന്തായിരിക്കും അറിയാവോ? നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക, നമ്മുടെ ഉള്ളിൽ സംശയമുണ്ടാക്കുക. ഈ രോഗം മാറിയെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഇടയ്ക്ക് നിനക്ക് പിന്നെയും വേദന വരാറില്ലേ? ശരിയല്ലേ? നിന്റെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് പ്രശ്നം തീർന്നു നിന്നോട് ആരാ പറഞ്ഞേ? വിദേശത്ത് പോയ കൊച്ചിന്റെ കാര്യം മുഴുവൻ ശരിയാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ആവശ്യമില്ലാത്ത ടെൻഷൻ അകത്തുണ്ടാക്കത്തന്നാണ്. ദൈവത്തിൽ നമ്മുടെ ഹൃദയത്തെ അകറ്റുന്ന സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന പരിപാടി പിശാചി യോഗം നടക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ അകത്ത് സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന പരിപാടിയിൽ സാത്താൻ പൂർണ്ണമായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഇന്ന് രാത്രി പറയണം, എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. എൻ്റെ ദൈവം എൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ആരോഗ്യമാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ സൗഖ്യമാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ വിടുതലാണ് എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം. ഞാൻ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. ഇങ്ങനെ പിശാചിന്റെ കെണിയിൽ, ചതിയിൽ വീണ് പാപത്തിലകപ്പെട്ട മനുഷ്യനെയാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അതാണ് റോമർ 3:23 എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചരിത്രം മുഴുവനും ഇവിടെ റോമർ 3:23 പൗലോസ് അവതരിപ്പിച്ചു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത്
പറഞ്ഞത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ. അതാണ് 3:23. നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. തേജസ് നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ തേജസ്സിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പരിപാടിയിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. റോമർ 5:1-2 വായിക്കാം. റോമർ 5 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക, നമുക്ക് വേഗത്തിൽ പോകണം. ഇവിടെ തേജസ് കിട്ടിയില്ല, പക്ഷെ തേജസ്സിന് പ്രത്യാശ കിട്ടി. റോമർ 5:2 നമുക്ക് തേജസ് കിട്ടിയിട്ടില്ല, പക്ഷെ തേജസ്സിന്റെ പ്രത്യാശ കിട്ടി. ഇത് ആർക്കായി കിട്ടിയെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടവർക്ക്. രക്ഷിക്കപ്പെട്ടവർക്ക് എന്ത് കിട്ടി? തേജസ്സിന്റെ പ്രത്യാശ കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ, വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ തേജസ് കിട്ടുമെന്ന് ഉറപ്പായി. പോയ സാധനം കണ്ടുകിട്ടി. അതായത് നിങ്ങൾ, എൻ്റെ ഒരു സുഹൃത്ത് ഗുജറാത്തിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് പെട്ടി നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ഞങ്ങൾ എറണാകുളത്ത് വന്നു, വണ്ടിയിലോട്ട് കയറിയിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ പെട്ടിയില്ല. ഞാൻ പെട്ടി ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ അവിടെ ഇരുന്നു, പുള്ളിയുടെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡ്രസ്സ് കൊണ്ടൊക്കെ ആ ദിവസങ്ങളിലെ യോഗം അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഈ പെട്ടിക്കകത്തു നിന്നൊക്കെ ഉള്ളൊരു അഡ്രസ്സ് തപ്പിയെടുത്തിട്ടാ തിരുവനന്തപുരത്ത് നിന്നൊരു ടെലിഫോൺ. നിങ്ങളുടെ പേര് ഇന്നതാണോ? അതെ. എങ്കിൽ നിങ്ങളുടെ പെട്ടി ലഭിച്ചിരിക്കുന്നു. പക്ഷെ പെട്ടി കൈ കിട്ടിയില്ല. പെട്ടി കൈ കിട്ടുമെന്ന് ഉറപ്പായി. ഈ ഫോൺ കിട്ടിയ വഴി എന്നെ വിളിച്ചു പറഞ്ഞു, പെട്ടി കിട്ടി. ഞാൻ ചോദിച്ചു, പെട്ടി അങ്ങനെ എങ്ങനെയാ കിട്ടുന്നത്? അല്ല, കിട്ടിയില്ല, കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെയാണ് തേജസ് കിട്ടിയെന്ന് പറയാമോ? ഹല്ലേലൂയ. തേജസ് കിട്ടിയെന്ന് പറയാമെങ്കിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് തേജസ് ലഭിച്ചു. അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇരിക്കുന്ന തേജസ് കിട്ടിയിട്ട്? അല്ല, കിട്ടുമെന്ന് ഉറപ്പായി. ഇനി പോയ കെടുത്താ മതി, സംഗതി ഉറപ്പായി. തേജസ് ലഭിച്ചിട്ടില്ല, തേജസ് ലഭിക്കുമെന്ന പ്രത്യാശയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ദൂത് മറക്കണ്ട. തേജസ് ലഭിച്ചിട്ടില്ല, പക്ഷെ തേജസ് ലഭിക്കുന്ന പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുള്ളവരുടെ മുഖം കണ്ടാൽ അറിയാം. തേജസ് ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളവരെ കണ്ടാൽ അറിയാം. അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലെന്ന് ഞാൻ പഠിപ്പിക്കുകയല്ല. അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരെ ആ തളർത്തത്തില്ല. ഇതൊന്നും അവരെ ഇതൊന്നും കീഴടക്കുകയില്ല. ഈ പ്രശ്നങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഈ കൊടുങ്കാറ്റിലൊന്നും അവർ വീഴുകയില്ല. ഈ ഭീഷണിയിൽ അവർ തളരുകയില്ല. ഈ രോഗത്തിൽ അവർ മൂക്കുകുത്തുകയില്ല. ഈ അപവാദ കഥയിൽ അവർ തളരുകയില്ല. തളർത്താൻ കഴിയാത്ത പ്രതീക്ഷ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിൽ അങ്ങേയറ്റം വരെ ആൾ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ 1-2 പേര് ഈ മെസ്സേജ് മനസ്സിലാക്കാതെ പോകരുത്. ഇതിനിടയ്ക്ക് 1-2 പേര് ഉറക്കം തൂങ്ങിയിട്ട് പോകരുത്. ഇതിനിടയ്ക്ക് 1-2 പേര് മുഴങ്ങിയിട്ട് പോകരുത്. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും തകർക്കാൻ മേലാത്ത ഒരു സാധനമാണ് പ്രത്യാശ. പ്രത്യാശ, 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 പ്രത്യാശ. നിങ്ങൾക്കറിയാമോ, ഇയ്യോബ് എന്നൊരു ചരിത്രപുരുഷൻ ജീവിച്ചിരുന്നോ? അതോ സങ്കല്പാണോ? ഇയ്യോബ് ചരിത്രപുരുഷനായിരുന്നു. തെളിവെന്താ? ദൈവം തമ്പുരാൻ പറയുന്നു, നോഹ, ഇയ്യോബ്, ദാനിയേൽ എന്നീ 3 പുരുഷന്മാർ എന്റെ മുമ്പിൽ നിന്നാലും. അപ്പൊ നോഹ ഉണ്ടെങ്കിൽ ഇയ്യോബ് ഉണ്ട്, ദാനിയേൽ ഉണ്ടെങ്കിൽ ഇയ്യോബ് ഉണ്ട്. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയോ? ഈ ഇടയിൽ ഇറങ്ങി ഒരു കമന്ററിക്കകത്ത് എഴുതിയിട്ടുണ്ട്, സങ്കല്പമാണ്. ഇയ്യോബ് ചരിത്രപുരുഷനാണ്. വേദപുസ്തകം ശക്തമായി അത് പറയുന്നു.